കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കോട്ടയം സ്വദേശിയായ കെവിൻ കൊലപാതകം. താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവുമായുള്ള പ്രണയം പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർക്കുകയും തുടർന്ന് ആ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുമായിരുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ദുരഭിമാന കൊല കൂടിയാണ് കെവിൻ കേസ്. തന്റെ പ്രണയിനിക്ക് വേണ്ടിയാണ് കെവിൻ സ്വന്തം ജീവൻ പോലും വെടിഞ്ഞത്. കെവിന്റെ പ്രണയിനിയായിരുന്ന നീനുവിനെ കേരളക്കര ഇന്നും മറന്നു കാണില്ല. എന്നാൽ ഇപ്പോൾ നീനുവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് വലിയ തോതിലാണ് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തത്. കെവിന്റെ നീനു വിവാഹിതയായി എന്നു പറഞ്ഞുള്ള വാർത്തകളായിരുന്നു അത്. കെവിന്റെ നീനു വീണ്ടും വിവാഹിതയായി. നടത്തിക്കൊടുത്തത് കെവിന്റെ പിതാവ് മുൻകൈയെടുത്താണ് തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് പല യൂട്യൂബ് ചാനലുകളിലും ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെവിന്റെ പിതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്ത തനിക്ക് അറിയില്ലെന്നും അത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവരോട് തന്നെ പോയി ചോദിക്കണമെന്നുമാണ് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഞാൻ നീനുവിനെ ആർക്കും കൈപിടിച്ചു കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീനു ഇപ്പോൾ MSW കഴിഞ്ഞ് ജോലി ചെയ്തു വരികയാണെന്നും കെവിന്റെ പിതാവ് പറയുന്നു. നീനു ഇപ്പോഴും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. കെവിന്റെ മരണശേഷം മാനസികമായി തകർന്ന നീനു കുറച്ചുകാലം കെവിന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചു വന്നിരുന്നത്. പിന്നീട് സ്വന്തം വീട്ടിലേക്ക് നീനു തിരിച്ചു പോയിരുന്നില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതോടെ ജോലി ആവശ്യമായി വരികയും ഇതോടെ ബാംഗ്ലൂരിലെ IT മേഖലയിലേക്ക് ചേക്കേറുകയുമായിരുന്നു. സത്യത്തിൽ ആളുകൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. കാരണം താൻ പ്രണയിച്ചിരുന്ന ആളെ നഷ്ടപ്പെട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അവൾക്ക് പുതിയ ഒരു ജീവിതവും കുടുംബവും ഒക്കെ വേണ്ടത് തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു നല്ല വാർത്ത കേൾക്കാൻ തന്നെയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. 2018 മെയ് 28-നാണ് കെവിനെ കൊല്ലപ്പെട്ട നിലയിൽ പുനലൂരിന് സമീപം ചാലിയക്കര ആറ്റിൽ കണ്ടെത്തിയത്. പിതാവ് ചാക്കോ, സഹോദരൻ ഷാനു ചാക്കോ എന്നിവർ ഉൾപ്പെടെ 14 പേരായിരുന്നു പ്രതികൾ. സംഭവത്തിൽ 10 പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയ കോടതി കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.